കോട്ടും ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ സാധാരണ ഇതിലൊരു മലയാളി ധരിക്കുന്ന വസ്ത്രങ്ങളല്ല. അല്ല, കോട്ട് ധരിക്കുന്നവർ മുഴുവൻ അബ്നോർമൽ ആണെങ്കിൽ ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ നടന്മാരും നിങ്ങളുടെ ചാനലിലുള്ള ആളുകൾ വരെ ധരിക്കുന്നുണ്ട്. അങ്ങനെ പറയരുത്. മലയാളി അപമാനിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. അല്ല, മലയാളി അല്ല. ഒരു മിനിറ്റ് സാറേ, സാറും സിനിമ കണ്ടിട്ടില്ല. കണ്ണുകൊട്ടൻ കാനെ പറഞ്ഞ പോലെയാണ് സാറും. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഇവിടെ ബാക്കിയുള്ളവർ എന്താ ചെയ്യുന്നറിയോ? അവർക്ക് ഓരോരോ ഐഡിയാസ് വരും. ഏതെങ്കിലും ഒരു പാവത്തിന് ഏട്ടാ അത് ഭയങ്കര ലാഭാന്ന് പറഞ്ഞാൽ അവനെ കുത്തുവാള എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവനോട് ഐഡിയാസ് ഉപയോഗിച്ചിട്ട് ഞാൻ എന്റെ ഐഡിയാസ് എന്ത് നല്ലതായാലും പൊട്ടത്തരമായാലും സ്വന്തം കയ്യിലെ പൈസ എടുത്തിട്ടാ ചെയ്തത്, അല്ലാണ്ട് ബാക്കിയുള്ളവരെ കുത്തുവാള എടുപ്പിച്ചിട്ടല്ല ഞാൻ ചെയ്തത്. ഞാൻ പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ല സിനിമയാണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന നല്ലൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നെങ്കിൽ മൊബൈലിൽ എടുത്താൽ പോലും ആ സിനിമ സൂപ്പർ ഹിറ്റ് ആവും. അല്ലാതെ തിയേറ്ററിൽ കുറെ ടോപ്പ് ആക്കിയിട്ടോ കുറെ മൾട്ടിപ്ലസ് വന്നോണ്ടൊന്നും മലയാള സിനിമ ഒരു ചുക്കും ചെയ്യാനാവില്ല. 100% ഞാൻ യോജിക്കുന്നു. ഇവിടെ സന്തോഷ് ഇവിടെ ഒരു സിനിമ ഇറക്കി. എനിക്ക് സത്യം പറഞ്ഞ ആ സഹോദരനോട് ബഹുമാനമാണ്. നീ വലിയവനാടാ. മലയാള സിനിമ ഒരിക്കലും ജീർണിച്ച അവസ്ഥയിലേക്ക് പോയിട്ടില്ല. സി, ഞാൻ പറയണം, നിങ്ങൾ വളരെ ഈ വർഷം 69-79 സിനിമ ഇറങ്ങിയെടുത്ത് വെറും 3 സിനിമ മാത്രമാണ് ഇറക്കി വെച്ച് തിരിച്ചു കിട്ടിയത്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മലയാള സിനിമ വളരെ ടോപ്പ് എന്ന് പറയുന്നത്? സന്തോഷിന്റെ ഈ എനർജിയാണ് സന്തോഷിന് എന്നും ആൾക്കാരുടെ മുന്നിൽ ഒരു ഇതുണ്ടാക്കുന്നത്. ഇതൊന്നും കീപ്പ് ചെയ്യണം. ഇതൊക്കെ എന്ത്? അതുകൊണ്ടാണ് അയാൾ ഒരു നല്ല എന്റർടൈനർ ആണ്. അപ്പൊ എന്റർടൈനിങ് എങ്ങനെ വേണമെങ്കിലും ആവാം. ഈ പറയുമ്പോൾ അത് കാണണോ വേണ്ടി കാണിച്ചിട്ട് എന്റർടൈൻമെന്റ് ആകാം. അതാണോ താങ്കൾ ഉദ്ദേശിച്ചത്? മാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. ഇങ്ങനെ ചെയ്യലേ മോനെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് നല്ല സിനിമയാണ്. ഇപ്പോൾ ഫസ്റ്റ് സിനിമയുടെ ഇന്റർവ്യൂ കഴിയുമ്പോൾ തന്നെ SMS ആയിട്ട് നല്ലതാണോ ചീത്തയാണോ, നല്ലതാണെങ്കിൽ ആൾക്കാരെല്ലാം അങ്ങോട്ട് പോകും, ചീത്തയാണെങ്കിൽ ഇന്റർനെറ്റിൽ അവർ. ഇതാണ് യഥാർത്ഥ വിഷയം. മാന്യന്മാർ സംസാരിക്കുന്നതിൽ കയറി ഒരു തരം ചീപ്പ് വർത്താനം പറയരുത്. ഇതൊരു സീരിയസ് ആയ മീറ്റിംഗ് ആണ്. കാര്യം പറ. ഇവർ പറയുന്നത് പൊളിച്ചടിച്ചു തരാം. നീ തീർന്നടാ, നീ തീർന്നു. ഇവർ പറയുന്നു ഇന്റർനെറ്റിൽ ഇത് കാണുന്നതുകൊണ്ട് പ്രേക്ഷകർ വരുന്നില്ല, ടിവിയിൽ സീരിയലിന് മുന്നിൽ ആയതുകൊണ്ട് സ്ത്രീകൾ വരുന്നില്ല. ഞാൻ പറയുന്നത് ഇതൊരു പ്രതിസന്ധിയല്ല. ഇവർ പറയുന്നത് കളവാണ്. എങ്കിൽ എന്റെ സിനിമയിലെ 8 ഗാനങ്ങളും ഇവിടെ എല്ലാവർക്കറിയാം. ഇവിടുത്തെ LKG കുട്ടികളുടെ മൊബൈൽ വരെ രാത്രി ശിവരാത്രി പാട്ടുണ്ട്. മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നേ. അതാണ് പ്രധാനം. നിങ്ങൾ മൊബൈലിൽ സിനിമ എടുത്താൽ ആ സിനിമ സൂപ്പർ ഹിറ്റ് ആവും. അതിൽ എന്തെങ്കിലും ഇത് വേണം. ആന പിടിച്ചാ കിട്ടൂ. സന്തോഷ് നല്ല പടം ഇറക്കി, സന്തോഷിന് കോടികൾ നേടി. അതിന്റെ അസൂയാണ് ഇവർക്കല്ല കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം.